രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ നടുങ്ങിത്തെറിച്ചിരിക്കുമ്പോൾ ഇവിടെ നാട്ടുഭാഷയിലെ ഒരു ചോദ്യമാണ് ഉയർന്നുവരുന്നത്. നമ്മുടെ നാവായ ജനപ്രതിനിധികൾ പഴം കഴിച്ചിരിക്കുകയാണോ അതോ മുഖം തിരിച്ചിരിക്കുകയാണോ? ദേശീയ വിലാസമുള്ള വൻകിട പാർട്ടികൾ കർഷകന്റെ കണ്ണീരിന് വില കൽപ്പിക്കാത്തപ്പോൾ കേരളത്തിന്റെ കർഷക ശബ്ദമാകുന്നത് ജോസ് കെ മാണി എംപിയുടെ ശബ്ദമാണ്. ഇത് മുഖസ്തുതിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. കാട്ടുമൃഗങ്ങളുടെ, അതായത് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വന്യജീവികളുടെ ആക്രമണങ്ങളും തുടർന്നുണ്ടാകുന്ന ജീവഹാനികളും കൃഷിനാശവും ഇന്ന് നമ്മളെ വല്ലാതെ പിരിമുറുക്കത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 273 പഞ്ചായത്തുകളുടെയും അവിടുത്തെ ജനവിഭാഗങ്ങളുടെയും പേടി സ്വപ്നമാണ് വന്യജീവികൾ. കഴിഞ്ഞ 14 വർഷത്തിനിടെ 1531 പേരാണ് കാടിറങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ആതിരപ്പള്ളിയിൽ 3 പേരെ കാട്ടാന കുത്തിക്കൊന്നത് നടുക്കുന്ന സംഭവ പരമ്പരയിലെ അവസാന അധ്യായമാണ്. കാട്ടാന ആക്രമണത്തിൽ മാത്രം ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടത് 278 പേരാണ്. 2024-25 കാലഘട്ടത്തിൽ ഇതുവരെ 18 പേർ ആനക്കലിക്കിരയായി തീർന്നിട്ടുണ്ട്. കാട്ടുപന്നി, കടുവ, കാട്ടുപോത്ത് തുടങ്ങിയവയുടെ ആക്രമണങ്ങളിലും കർഷകർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. കാട്ടാന കഴിഞ്ഞാൽ അപകടകരമായ ആക്രമണകാരി കാട്ടുപന്നിയാണ്, തുടർന്ന് കടുവയും. ഇത് വനം വകുപ്പിന്റെ തന്നെ സംസാരിക്കുന്ന തെളിവുകളും കണക്കുകളുമാണ്. 2024-25 വർഷത്തിൽ ആകെ 2534 പേർ വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഇതിൽ തന്നെ വയനാട്, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് കാട്ടുമൃഗങ്ങളുടെ നടുക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 56 ജീവനുകൾ നഷ്ടപ്പെട്ടു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ ഒഴികെ സംസ്ഥാനത്തെ 12 ജില്ലകളിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ കർഷകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗുരുതരമായ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ജീവിതം മുഴുവൻ രോഗദുരിതങ്ങൾ സഹിച്ചു കഴിയേണ്ടി വരുന്നവർ ഇതിലും അധികമാണ്. സത്യത്തിൽ സംസ്ഥാനത്തെ 273 പഞ്ചായത്തുകളിലെ അവസ്ഥ അതീവ ഗുരുതരമാണ്. പലപ്പോഴും കുട്ടികളടക്കമുള്ളവർക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കാട്ടുമൃഗങ്ങൾ വരുത്തുന്ന കൃഷിനാശം വിവരണാതീതമാണ്. വാഴയും കപ്പയും ഇതര വിളകളും കുത്തിമറിച്ചിടുന്നതും നശിപ്പിക്കുന്നതും വന്യമൃഗ തേർവാഴ്ചയുടെ സാധാരണ സംഭവങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഒരു നാട്ടുഭാഷയിലെ ചോദ്യം ഉയർന്നു വരുന്നു. നമ്മുടെ നാവായ ജനപ്രതിനിധികൾ പഴം കഴിച്ചിരിക്കുകയാണോ അതോ മുഖം തിരിച്ചിരിക്കുകയാണോ? അതെ, ഇത്രയും അതിസങ്കീർണമായ വിഷയം കേരളത്തിലെ ഒരു വിഭാഗം ജനത അഭിമുഖീകരിക്കുമ്പോഴും ഇക്കാര്യം ഗൗരവത്തോടെ ഉന്നയിച്ച് പരിഹാരമാർഗം കാണാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ലെന്ന വിമർശനം വ്യാപകമാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കണ്ണീർ പൊഴിക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് പാർലമെന്റിലും കേന്ദ്ര സർക്കാരിലും നിയമ ഭേദഗതിക്കായി സമ്മർദ്ദം ചെലുത്താൻ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്കാർക്കും തന്നെ കഴിയുന്നില്ല എന്നത് സത്യമാണ്. പാർലമെന്റിലും പുറത്തും വന്യജീവി ആക്രമണങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കേരള ജനതയുടെ പ്രശ്നത്തിൽ അടിയന്തര നടപടി തേടി മുന്നോട്ട് വരുന്നത് ജോസ് കെ മാണി എംപിയും അദ്ദേഹം നയിക്കുന്ന കേരള കോൺഗ്രസുമാണ്. ഇത് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പച്ച പരമാർത്ഥമാണ്. അതുമാത്രമാണ് നിലവിലുള്ള സമാശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മുഖസ്തുതിയാകില്ല. മുന്നണി ബന്ധങ്ങളുടെ കെട്ടുപാടുകൾക്കപ്പുറത്ത് ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവും സമീപനവും സ്വീകരിക്കാൻ ജോസ് കെ മാണി എംപിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വിമർശകർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതര രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് കേന്ദ്രം നയിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും ഈ വിഷയത്തിൽ മുഖം തിരിക്കുകയാണ്. നാട്ടിൽ ഭയം വിതയ്ക്കുന്ന ആക്രമണകാരികളായ വന്യജീവികളിൽ നിന്നും രക്ഷിക്കാൻ അവയെ കൊലപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന കർഷക മതം തന്നെയാണ് ഇവിടെ മുദ്രാവാക്യമാക്കേണ്ടത്. പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പേരിൽ മനുഷ്യരെ ബലിമൃഗങ്ങളാക്കുന്ന നിയമ സംഹിതയോട് കേരള കോൺഗ്രസ് പരസ്യമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യജീവനേക്കാൾ വിലയും മൂല്യവും മൃഗങ്ങൾക്ക് നൽകുന്ന നിയമത്തിന്റെ സ്ഥാനം അറബിക്കടലിലാണ്. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമായിരുന്ന ഗാന്ധി കുടുംബാംഗത്തിന്റെ നിലപാടുകൾക്ക് മുൻപിൽ ഭരണകൂടം നിശബ്ദമാവുകയാണോ എന്ന് സംശയമുണ്ട്. സാധാരണ കർഷകർക്കും കൃഷിക്കാർക്കും ഗ്രാമീണ ജനതയ്ക്കും നീതി ലഭ്യമാക്കണമെങ്കിൽ വന്യജീവി നിയമം പൊളിച്ചെഴുതിയേ മതിയാകും. ആതിരപ്പള്ളിയിൽ 3 പേർ കൊല്ലപ്പെട്ട കാട്ടാന ആക്രമണം അതീവ ഗുരുതരമായ ഒരു ജീവൻ പ്രശ്നത്തിലേക്ക് കൂടി അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുന്നതാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. പട്ടികവർഗ ജനവിഭാഗത്തിലെ ചില പ്രത്യേക വിഭാഗക്കാരാണ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നത്. വനവകുപ്പിന്റെ അനുമതിയോടെയാണ് തനിമയോടെ തേൻ ശേഖരിച്ച് പുറം ലോകത്തിന് നൽകുന്നത്. വനസമ്പത്ത് വനത്തിനുള്ളിൽ കയറി ശേഖരിക്കാൻ നിയമപരമായ അംഗീകാരമുള്ള ഏക ജനവിഭാഗം. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം വനവിഭവങ്ങളുടെ ശേഖരണത്തെയും ബാധിച്ചിരിക്കുകയാണ്. നാട്ടിലെ വിപണിയിൽ ഔഷധ മൂല്യമുള്ള വനവിഭവങ്ങളുടെ കടുത്ത ക്ഷാമത്തിലേക്ക് ഇത് നയിക്കും.
കാലാവസ്ഥയോടും മണ്ണിനോടും പടവെട്ടി പടുത്തുയർത്തിയ കർഷകരുടെ കൃഷി സമ്പത്തും നഷ്ടപ്പെടുകയാണ്. രാത്രിയിലെ അപ്രതീക്ഷിത കടന്നാക്രമണങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് സംഭവിക്കുന്നത്. സ്വന്തം ഭൂമിയും സ്വർണവും പണയപ്പെടുത്തിയും കടമെടുത്തും കൃഷി ഇറക്കുന്ന സാധാരണക്കാരായ കർഷകർ ജീവിതത്തിൽ ഇതുവരെയില്ലാത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഒപ്പം ഒരായുസ് മുഴുവനുള്ള വിയർപ്പിന്റെ സമ്പാദ്യമായ വസ്തുക്കൾക്കുണ്ടാകുന്ന വിലയിടിവ്. വന്യജീവി ആക്രമണങ്ങളിൽ നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ദുരിതപൂർണമായ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് ഇതെല്ലാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് കർഷകരുടെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്.